ഗൾഫ് രാജ്യങ്ങളിൽ വധശിക്ഷ നേരിടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ ദുരിതവും അവരുടെ മോചനത്തിനായി നടക്കുന്ന ശ്രമങ്ങളും എക്കാലവും മലയാളികളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഈ വിഷയം പലപ്പോഴും ചർച്ചയാവുമ്പോൾ മലയാള സിനിമയായ പെരുമഴക്കാലം ഓർമ്മയിൽ എത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷയുടെ കാര്യത്തിൽ സിനിമയെ വെല്ലുന്ന യഥാർത്ഥമാണ് മുന്നിലുള്ളത്. ഒരു വിദേശ രാജ്യത്ത് ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ നേരിടുന്ന ഇന്ത്യൻ പൗരൻ ഇരയുടെ കുടുംബത്തിന് മാപ്പും ബ്ലഡ് മണിയും നൽകി രക്ഷപ്പെടാനുള്ള സാധ്യത തുടങ്ങിയ വിഷയങ്ങളിൽ പെരുമഴക്കാലം എന്ന സിനിമ നിമിഷ പ്രമേയയുടെ വിഷയവുമായി ഏറെ സാമ്യത പുലർത്തുന്നു. എന്തായിരുന്നു പെരുമഴക്കാലം? 2004 പുറത്തിറങ്ങിയ പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ സൗദി അറേബ്യയിൽ ആകസ്മിക ഒരാളെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അക്ബർ, അതായത് ദിലീപ് ചെയ്ത കഥാപാത്രമാണ് കാണിക്കുന്നത്. മരിച്ച രഘുനന്ദൻ മരിച്ച രഘുരാം, വിനീതായി, ഭാര്യ ഗംഗ, കാവ്യമാധവൻ മാപ്പപേക്ഷയിൽ ഒപ്പിട്ടാൽ മാത്രമേ അക്ബറിന് മോചനം ലഭിക്കൂ. ക്ഷമയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും വലിയ സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത്. ഇരയുടെ കുടുംബത്തെ സ്വാധീനിച്ച് മാപ്പ് നേടാനുള്ള തീവ്രമായ ശ്രമങ്ങളും വൈകാരിക നിമിഷങ്ങളും ആണ് ഈ സിനിമയിലുള്ളത്. ഒടുവിൽ അക്ബർ രക്ഷപ്പെടുന്നിടത്ത് കഥ പൂർണ്ണമാകുന്നു. നിമിഷ പ്രയയുടെയും സമാനമായ ശരീഅത്ത് നിയമവും വധശിക്ഷയ്ക്ക് വിധിക്കലും മാപ്പും എല്ലാം ഇതിൽ പ്രധാന വിഷയമാണ്. എന്നാൽ നമ്മുടെ നിമിഷ പ്രമേയയുടെ കഥ എങ്ങനെയാണെന്ന് നോക്കാം. നിമിഷ പ്രിയയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യം ഏറെ കഠിനമാണ്. 2017 യമൻ പൗരനായ തലാൽ അബ്ദു മെഹന്തിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഇവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നെന്നും പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നതുമായി മയക്കുമരുന്ന് നൽകിയപ്പോൾ അമിത അളവിന് കാരണം മരണം സംഭവിച്ചുവെന്ന് നിമിഷ പ്രിയ വാദിക്കുന്നു. എന്നാൽ യമൻ കോടതി ഈ വാദം തള്ളി വധശിക്ഷയ്ക്ക് വിധിച്ചു. പെരുമഴക്കാലത്തിൽ കണ്ട ശുഭാപ്തി വിശ്വാസം യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കുമോ എന്ന ആശങ്കയാണ് നിമിഷ പ്രിയയുടെ കേസ് ഉയർത്തുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇരുട്ടറയിൽ കഴിയുന്ന ഒരു യുവതിക്ക് വേണ്ടി പ്രതീക്ഷ കെട്ടിയിടങ്ങാതെ കുടുംബത്തിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും സഹായം ഇവിടെയും സിനിമയിലും ഒരുപോലെ കാണാം. ഇപ്പോൾ വിധിമരവിപ്പിച്ചതോടുകൂടി അതിനുള്ള പ്രതീക്ഷകൾ ഉയരുകയാണ്. സിനിമയിലേതുപോലെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ട നിമിഷ പ്രിയ നാട്ടിലെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.